അനീഷിനെ മർദ്ദിച്ച് അക്ബറിനെ പുറത്താക്കുന്നു. അക്ബറിനൊപ്പം അഭിലാഷും അപ്പാനി ശരത്തും. നമസ്കാരം. ഇന്നത്തെ ബിഗ് ബോസിലെ മൊത്തം പ്രശ്നങ്ങളുടെ മറ്റൊരു ദിവസമായിരുന്നു. എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്, ഉച്ചകളിലാത്തി കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ശരി, അനീഷിനെ അക്ബർ എപ്പോഴും ഫൈറ്റാണല്ലോ, എന്തെങ്കിലും പറഞ്ഞ് ദൂരെ നിൽക്കുകയായിരുന്നു. ഒരു തലയണ എടുത്തൊരു ഫിസിക്കൽ അസൾട്ടാണ് അവിടെ നടന്നിരിക്കുന്നത്. തലയണ വലിച്ചെറിയുന്ന ഒരു രംഗമാണ് കാണുന്നത്. തലയാണയ്ക്ക് പകരം ആ ദേഷ്യത്തിനും മറ്റെന്തെങ്കിലും ആ ദേഷ്യത്തിന്റെ നമ്മുടെ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ടാണ് പല കൊലപാതകങ്ങൾ പോലും ഇന്ന് നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഫ്ലവർ വൈസോ എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനമാണെങ്കിൽ അനീഷ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കഷ്ടിച്ച് ആ ഒരു വലിയ ദുരന്തം തന്നെ ചിലപ്പം അവിടെ നടന്നേനെ. അതിൽ നിന്ന് ഒഴിവായി എന്ന് നമുക്ക് ആശ്വസിക്കാം. അനീഷ് നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഏതൊക്കെ രീതിയിൽ ആക്രോശം നടത്താവോ. ഇവർക്കിപ്പം അനീഷിന്റെ ഈ ഒരു പിന്നെ നല്ല രീതിയിൽ ജനപ്രീതിയൊക്കെ കയറി വരുന്നുണ്ട്. അതിനെതിരെ ഈ അപ്പാനി ശരത്ത് അങ്ങേരുടെ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ബിസി ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബം വരെ കുളർന്നിട്ടിരിക്കുക. ഷാനവാസിന്റെ കയ്യിൽ ആ കാർഡ് വെച്ച് ഷാനവാസ് കളിക്കുന്നു. അതുപോലെ അഭിലാഷ് എന്താണ് ചുമ്മാ ഓടിച്ചാടിയൊക്കെ കുറെ വന്ന് കളിക്കുന്നു എന്നല്ലാതെ ഉണ്ട്. ബാക്കി കുറെ എണ്ണങ്ങളുണ്ട്. പ്രശ്നം ഉണ്ടാക്കുന്ന ജിസയിലൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ ബിഗ് ബോസ് കൊടുത്ത അടുത്ത ഫാമിലി വീക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഉടനെ വരുന്നെന്നും പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം സന്തോഷിച്ചു. ഫാമിലി ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഫാമിലി വീക്കൊക്കെ നടത്തും. 10-12 എപ്പിസോഡ് ആകുമ്പോഴാണ് പണ്ടൊക്കെ ഫാമിലി വീക്ക് പരിപാടി ഈ നടത്താറുള്ളത്. 6 കണ്ടസ്റ്റൻസ് ഒക്കെ ആകുമ്പോഴാണ്. ഇപ്പൊ അത് നേരത്തെ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനകത്തിൽ എന്തോ ഒരു വൻ ടിസ്റ്റാണ് ബിഗ് ബോസ് കൊണ്ടത്. ഉടനെ ഇവരൊക്കെ സന്തോഷിച്ചു. അന്നേരം പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചു ചോദിച്ചില്ല. ഈ പിന്നെ 20 പേര് 18 പേരുള്ളപ്പം ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഫാമിലി വീക്ക് നടത്താറുള്ളത്. അപ്പൊ നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ 750 നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചു ചോദിച്ചില്ല ബിഗ് ബോസ് ഇപ്പൊ നടത്തേണ്ടതല്ലോ. ഇവരൊക്കെ സന്തോഷിച്ചു. അതുകൊണ്ട് ഇവരുടെ 750 പോയിന്റ് പോയെന്നാ പറഞ്ഞത്. അങ്ങനെ ഇന്ന് തലവേദന വൻ പാണി തേച്ചു. ബിഗ് ബോസ് എല്ലാവരും അങ്ങ് തേച്ചു. ഇന്ന് നടന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് പിന്നെ സാക്രിഫൈസ്. ഇന്നലെ ഒരു പ്രമുഖ വന്നാണ് ആര് പുറത്താകുന്നത്. അപ്പം എന്തായാലും ശരി, ഒരു ത്യാഗത്തിന് ആരും തയ്യാറല്ല. അങ്ങനെ നറുക്കിട്ട് അക്ബറിനെ സെലക്ട് ചെയ്യുന്നു. അക്ബർ വിചാരിച്ചു ഇത് എന്തോ വൻ പണിയാണെന്ന് പറഞ്ഞ് അക്ബർ മാറുന്നു. അത് കഴിഞ്ഞ് 1-2 പേരെ സെലക്ട് ചെയ്ത് വിടുന്നു. അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി പോയവർക്ക് ഉള്ള പണികളും മറ്റ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് പിന്നെ കാണാം. എന്തായാലും ശരി, ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.